ഇന്ന് കൗമാരക്കാർക്ക്, പ്രത്യേകിച്ച് തൈറോയ്ഡ് പ്രശ്നങ്ങളുടെ കുടുംബചരിത്രമുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. തൈറോയ്ഡ് തടയുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മെറ്റബോളിസം, വളർച്ച, വികസനം എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഈ ഗ്രന്ഥി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ കൗമാരത്തിൽ തൈറോയ്ഡ് ആരോഗ്യം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ തൈറോയിഡ് അസന്തുലിതാവസ്ഥയുടെ അപകട സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മികച്ച ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രദ്ധിക്കുക. തൈറോയിഡ് അസന്തുലിതാവസ്ഥ എന്താണ്? ഭക്ഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൈറോയിഡ് ഗ്രന്ഥി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ചുരുക്കമായി പറയാം. കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയാണ് തൈറോയിഡ്. ഇത് തൈറോക്സിൻ, തൈറോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഉപാപചയം, ഊർജ്ജ ഉൽപ്പാദനം, ഇതിലുള്ള വളർച്ചയും വികാസവും നിയന്ത്രിക്കുന്നു. തൈറോയിഡ് ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം. ഈ അവസ്ഥകളിൽ ജനിതകശാസ്ത്രത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. തൈറോയിഡ് പ്രശ്നങ്ങളുടെ കുടുംബചരിത്രമുള്ള കൗമാരക്കാർ അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകും. ഒന്ന്, കടൽ പച്ചക്കറികൾ. തൈറോയ്ഡ് ആരോഗ്യത്തിന് നിർണായകമായ അയോഡിൻ്റെ മികച്ച ഉറവിടങ്ങളിലൊന്നാണ് കടലിലെ പച്ചക്കറികൾ. തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിലെ പ്രധാന ഘടകമാണ് അയോഡിൻ. കടൽപ്പായൽ, കെൽപ്പ്, നോറി, ദോൾസ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൗമാരക്കാർക്ക് പ്രയോജനം ചെയ്യും. ഈ കടൽ പച്ചക്കറികൾ സൂപ്പ്, സാലഡുകൾ അല്ലെങ്കിൽ ക്രിസ്പി ലഘുഭക്ഷണം എന്നിവയായി കഴിക്കാം. 2, ബ്രസീൽ നട്ട്സ്. തൈറോയ്ഡ് ആരോഗ്യത്തിന് ആവശ്യമായ മറ്റൊരു ധാതുവാണ് സെലീനിയം. ബ്രസീൽ നട്ട്സ് മികച്ച പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ ഒന്നാണ്. തൈറോയ്ഡ് പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സെലീനിയം നൽകാൻ ദിവസത്തിൽ കുറച്ച് ബ്രസീൽ നട്ട്സിന് കഴിയും. സെലീനിയം പ്രവർത്തനരഹിതമായ തൈറോയ്ഡ് ഹോർമോണിനെ അതിൻ്റെ സജീവ രൂപത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. തൈറോയ്ഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു. 3, മത്സ്യം. സാൽമൺ, അയല, മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അവയ്ക്ക് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട്. വീക്കം തൈറോയ്ഡ് പ്രവർത്തനരഹിതമാക്കുന്നതിന് കാരണമാകും. അതിനാൽ ഈ മത്സ്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തൈറോയ്ഡ് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. കൂടാതെ മത്സ്യം അയോഡിനും വിറ്റാമിൻ ഡിയും നൽകുന്നു. ഇവ രണ്ടും തൈറോയ്ഡ് പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു. 4, പാൽ, ചീസ്, തൈര് തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ. അയോഡിൻ, വിറ്റാമിൻ ഡി എന്നിവയുടെ മികച്ച ഉറവിടങ്ങളാണിവ. തൈറോയ്ഡ് ആരോഗ്യത്തിന് ഈ പോഷകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കൗമാരക്കാർ ദിവസവും അവരുടെ ഭക്ഷണത്തിൽ ഡയറി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളവർക്ക് ലാക്ടോസ് രഹിത ഓപ്ഷനുകൾ, ഫോർട്ടിഫൈഡ് പ്ലാന്റ് അധിഷ്ഠിത പാൽ നല്ല ബദലായിരിക്കും. 5, മുട്ട. അയോഡിൻ, സെലീനിയം, വിറ്റാമിൻ ഡി എന്നിവയുൾപ്പെടെ പോഷകങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമാണ് മുട്ട. മഞ്ഞക്കരു ഈ പോഷകങ്ങളിൽ ഭൂരിഭാഗവും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മുട്ട മുഴുവൻ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. മുട്ട അടിസ്ഥാനമാക്കിയുള്ള പ്രഭാത ഭക്ഷണത്തോടെ ദിവസം ആരംഭിക്കുന്നത് തൈറോയ്ഡ് ആരോഗ്യത്തിന് പോഷക ഗുണങ്ങൾ നൽകും. 6, സരസഫലങ്ങൾ. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി തുടങ്ങിയ സരസഫലങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. തൈറോയ്ഡ് പ്രവർത്തനത്തെ ബാധിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു. ഭക്ഷണത്തിൽ പലതരം സരസഫലങ്ങൾ ഉൾപ്പെടുത്തുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കും. 7, ഇലക്കറികൾ. ചീര, കെയിൽ, സ്വിസ് ചാർഡ് തുടങ്ങിയ ഇലക്കറികളിൽ അവശ്യ പോഷകങ്ങളായ മഗ്നീഷ്യം, ഇരുമ്പ്, വിറ്റാമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. തൈറോയ്ഡ് പ്രവർത്തനത്തിന് മഗ്നീഷ്യം വളരെ പ്രധാനമാണ്. തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് ഇരുമ്പ് സഹായിക്കുന്നു. പലതരം ഇലക്കറികൾ സാലഡുകളിലോ സ്മൂത്തികളിലോ അല്ലെങ്കിൽ സൈഡ് ഡിഷുകളായോ ഉൾപ്പെടുത്തുന്നത് തൈറോയ്ഡിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. 8, മുഴുവൻ ധാന്യങ്ങൾ. തവിട് നിറഞ്ഞ അരി, ക്വിനോവ, ഓട്സ് തുടങ്ങിയ മുഴുവൻ ധാന്യങ്ങളും നാരുകളുടെ നല്ല ഉറവിടമാണ്. ഇത് ദഹന ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. തൈറോയ്ഡ് പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിന് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിർണായകമാണ്. മാത്രമല്ല ധാന്യങ്ങൾ ഊർജ ഉപാപചയത്തിന് ആവശ്യമായ ബി വിറ്റാമിനുകൾ നൽകുന്നു.
9. പരിപ്പ് വിത്തുകൾ. ബ്രസീൽ അണ്ടിപ്പരിപ്പ് കൂടാതെ ബദാം, മത്തങ്ങ വിത്തുകൾ, ഫ്ലാക്സീഡുകൾ തുടങ്ങിയ മറ്റ് അണ്ടിപ്പരിപ്പുകളും വിത്തുകളും ഗുണം ചെയ്യും. മഗ്നീഷ്യം, സെലീനിയം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ പോഷകങ്ങൾ അവ നൽകുന്നു. ഇവ സ്മൂത്തികൾ, തൈര് അല്ലെങ്കിൽ ലഘുഭക്ഷണം എന്നിവയിൽ ചേർക്കാം. 10. മെലിഞ്ഞ പ്രോട്ടീൻ. ചിക്കൻ, ടർക്കി, ബീൻസ് തുടങ്ങിയ മെലിഞ്ഞ പ്രോട്ടീനുകൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതിനും അത്യാവശ്യമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും പ്രോട്ടീൻ സഹായിക്കുന്നു. ഇത് തൈറോയ്ഡ് പ്രവർത്തനത്തെ ബാധിക്കും. ഓരോ ഭക്ഷണത്തിലും മെലിഞ്ഞ പ്രോട്ടീൻ്റെ നല്ല ഉറവിടം ഉൾപ്പെടുത്തുന്നത് തൈറോയ്ഡ് ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള നല്ല പരിശീലനമാണ്. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. ഈ തൈറോയ്ഡ് പിന്തുണയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ തൈറോയ്ഡ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതും പ്രധാനമാണ്. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, അമിതമായ സോയ ഉൽപ്പന്നങ്ങൾ, ഉയർന്ന അളവിൽ ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവ തൈറോയ്ഡ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. കൗമാരക്കാർ സമീകൃതാഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭക്ഷണത്തിലൂടെ തൈറോയ്ഡ് ആരോഗ്യം നിലനിർത്തുന്നത് സജീവമായ ഒരു സമീപനമാണ്. പ്രത്യേകിച്ച് തൈറോയ്ഡ് അസന്തുലിതാവസ്ഥയ്ക്ക് ജനിതക പ്രവണതയുള്ള കൗമാരക്കാർക്ക്. ഈ പോഷകസാന്ദ്രമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും പിന്തുണയ്ക്കും. ഓർക്കുക, ക്രമമായ വ്യായാമവും മതിയായ ഉറക്കവും ചേർന്ന സമീകൃതാഹാരമാണ് നല്ല ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. If you love to watch this video, you can like, share and subscribe.